രാവിലെ സുബഹിസ്കരിച്ച് നേരെ ബസ്സിൽ കയറി. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായോണ്ട് ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നുട്ടോ. അധികം വൈകാതെ വണ്ടി എടുത്തു. പിന്നെ ലക്ഷറി യാത്രയല്ലേ, നമ്മൾ കൊടുത്തു അങ്ങനെ കൊടുത്തു പോയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അവനെങ്കിലും സെറ്റ് ആവുകയാണെങ്കിൽ സെറ്റ് ആവട്ടെ. ബ്രേക്കപ്പ് ആയപ്പോ അവൻ തന്നെ വന്ന് മായിച്ചതായിരിക്കും. പാവം കാശിക്ക് മാത്രം പെണ്ണില്ല കൈ. പിന്നെ തലപ്പാവ് വെട്ടി ഔറത്ത് മറക്കാത്ത വല്യപ്പാനെ കണ്ടു. പൈസ കൊടുക്കാനും ബസ്സിൽ നിന്ന് ഇറങ്ങാനും കഴിയാത്ത വേറെ വല്യപ്പാനെ നമ്മൾ കണ്ടു കേട്ടോ. കാണു മാത്രല്ല നമ്മളെ സഹായിക്കും ചെയ്തിട്ടുണ്ട്. കാലിന് കഴിയാത്ത ഈ ചേട്ടന്റെ മുഖത്ത് ഞാനൊരു വിഷമവും കണ്ടില്ല. പിന്നെ നമ്മളെ പോലെയുള്ളവർ എന്തിനു വിഷമിക്കണം ചേട്ടാ? ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി വിദൂരതയിലേക്ക് കൈ ചൂണ്ടി അങ്ങനെ നമ്മൾ നടന്ന് ഒരു പള്ളി കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു പള്ളിയിലെ. നമ്മൾ പള്ളിയുടെ ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോ ഒരു ശബ്ദം നമുക്കൊന്ന് അമർത്തി നോക്കണമെന്നുണ്ടായി. ഗ്യാപ്പ് കിട്ടാത്തോണ്ട് നമ്മൾ അവിടെ നിന്ന് പോകും. ഇനി നമുക്ക് കുറച്ചേരം 2K കിഡ്സിന്റെ പിന്നാലെ പോയി നോക്കാം. ശരിക്കും ഇവര് ഡേഞ്ചർ ആണോ? പിന്നെ നട്ടുച്ച സമയമായോണ്ട് തീരെ ചൂടുണ്ടായിരുന്നില്ല കേട്ടോ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ KSRTCക്ക് എന്താ കാര്യം? അതെന്തേലും ആവട്ടെ. ഈ 2K കിഡ്സ് ഡേഞ്ചർ ഒന്നും അല്ല കേട്ടോ. അപ്പതാ ചേട്ടൻ പച്ചക്കറി വാങ്ങി പോണു. ചേട്ടാ ഒരു തക്കാളി തരുമോ? അത് ഈ വഴുതനങ്ങയും വെണ്ടയ്ക്കൊന്നും വേണ്ടട്ടാ, പച്ചക്കറി ഇന്ന് പണ്ടാറടേക്ക് എടുക്ക. അപ്പോഴേക്ക് ചേട്ടൻ ഇറങ്ങി. അപ്പൊ എന്നാ ഓക്കെ, നമ്മളും പോവാട്ടോ.